2019 അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഒരു പ്രഖ്യാപനം നടത്തി. എനിക്ക് ഗ്രീൻലാൻഡ് വാങ്ങണം. ആദ്യം ഇതൊരു വെറും ബിസിനസ് മോഹമായി പലരും കരുതിയെങ്കിലും 2025-ലും 2026-ലും ട്രംപ് ഈ വിഷയത്തിൽ കൂടുതൽ ശക്തമായ നിലപാടുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഡെൻമാർക്കിന്റെ ഉടമസ്ഥതയിലുള്ള ഈ കൂറ്റൻ ദ്വീപിനെ അമേരിക്കയുടെ ഭാഗമാക്കുന്നത് കേവലം സാമ്പത്തിക ലാഭത്തിനല്ല, മറിച്ച് അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്ക് അത് അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം ആവർത്തിക്കുന്നു. എന്തുകൊണ്ടാണ് 56,000 ആളുകൾ മാത്രം താമസിക്കുന്ന ഈ ദ്വീപിനായി ലോകത്തെ വൻ ശക്തികൾ ഇത്രയേറെ വാശി പിടിക്കുന്നത്? ആരാണ് ഈ മഞ്ഞിന്റെ യഥാർത്ഥ അവകാശികൾ? വടക്കേ അമേരിക്കയോട് ചേർന്ന് കിടക്കുന്ന ഈ കൂറ്റൻ ദ്വീപ് എങ്ങനെ കടൽ കടന്നുള്ള ഡെൻമാർക്ക് എന്ന ചെറിയ രാജ്യത്തിന്റെ ഭാഗമായി? എന്തുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായ അമേരിക്കയ്ക്ക് ഈ മഞ്ഞ് ദ്വീപ് ഇത്ര പ്രധാനമായത്? ഇതിന് പിന്നിൽ ഭൗമരാഷ്ട്രീയത്തിന്റെ വലിയൊരു കളി. ട്രംപ് ഭരണകൂടം ഗ്രീൻലാൻഡിനെ വെറുമൊരു മഞ്ഞുപാളിയായല്ല, മറിച്ച് അമേരിക്കയുടെ സുരക്ഷയ്ക്കുള്ള ഏറ്റവും വലിയ കവചമായി, അഥവാ നാഷണൽ സെക്യൂരിറ്റി പ്രയോറിറ്റി ആയിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. $700 ബില്യൺ മുതൽ $2 ട്രില്യൺ വരെ ചിലവാക്കാൻ തയ്യാറാണെന്ന് വൈറ്റ് ഹൌസ് സൂചിപ്പിക്കുമ്പോൾ അതൊരു കച്ചവടമല്ല, മറിച്ച് ലോകക്രമം മാറ്റാനുള്ള വലിയൊരു യുദ്ധത്തിന്റെ തുടക്കമാണ്. അമേരിക്ക വികസിപ്പിക്കുന്ന ഗോൾഡൻ ഡോം എന്ന അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനം സ്ഥാപിക്കാൻ ഗ്രീൻലാൻഡ് വേണമെന്ന് ട്രംപ് ഉറപ്പിച്ചു പറയുന്നു. ഡെൻമാർക്കിന് ഗ്രീൻലാൻഡിനെ സംരക്ഷിക്കാൻ കഴിയില്ല, ഞങ്ങൾക്ക് കഴിയും എന്ന് ട്രംപിന്റെ പുതിയ നിലപാട് നാറ്റോ സഖ്യത്തിൽ വലിയ വിള്ളൽ വീഴ്ത്തിയിരിക്കുകയാണ്. എന്താണ് ഈ ഗോൾഡൻ ഡോം? ഇസ്രയേലിന്റെ വിഖ്യാതമായ അയൺ ഡോം പ്രതിരോധ സംവിധാനത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എന്നാൽ ട്രംപ് വിഭാവനം ചെയ്യുന്ന ഗോൾഡൻ ഡോം അതിന്റെ 100 ഇരട്ടി ശക്തിയുള്ള ഒന്നാണ്. ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ ഹൈപ്പർസോണിക് മിസൈലുകൾ വലിയ ഭീഷണിയാണ്. ശബ്ദത്തെക്കാൾ 5 ഇരട്ടി വേഗതയിൽ വരുന്ന ഈ മിസൈലുകളെ തടയാൻ നിലവിലെ റഡാർ സംവിധാനങ്ങൾക്ക് കഴിയില്ല. ഇവിടെയാണ് ഗ്രീൻലാൻഡിന്റെ പ്രസക്തി. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഗ്രീൻലാൻഡ് വെറുമൊരു ഭൂമിയല്ല, അതൊരു അൺസിങ്കബിൾ എയർക്രാഫ്റ്റ് കാരിയർ ആണ്. അമേരിക്ക വികസിപ്പിക്കുന്ന ഏറ്റവും പുതിയ ലേസർ അധിഷ്ഠിത ആയുധങ്ങളും അത്യാധുനിക റഡാർ സെൻസറുകളും അടങ്ങുന്ന ഒരു ലോകവ്യാപക സുരക്ഷാ കവചമാണ് ഗോൾഡൻ ഡോം. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കമാൻഡ് സെന്ററായി ട്രംപ് കാണുന്നത് ഗ്രീൻലാൻഡിനെയാണ്. കാരണം റഷ്യയിൽ നിന്നോ ചൈനയിൽ നിന്നോ അമേരിക്കയെ ലക്ഷ്യമാക്കി വരുന്ന ഏതൊരു ഭൂഖണ്ഡാന്തര മിസൈലും കടന്നുപോകുന്നത് ആർട്ടിക് ആകാശത്തിലൂടെയാണ്. ഗ്രീൻലാൻഡിൽ ഈ സംവിധാനം സ്ഥാപിച്ചാൽ ശത്രുവിന്റെ മിസൈലുകൾ അവരുടെ അതിർത്തി കടക്കുമ്പോൾ തന്നെ അമേരിക്കയ്ക്ക് കണ്ടെത്താനും ആകാശത്ത് വെച്ച് തന്നെ തകർക്കാനും കഴിയും. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായ അമേരിക്ക തങ്ങളുടെ നിലനിൽപ്പിനായി ഈ മഞ്ഞുദ്വീപിനെ ഒരു കവചമാക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ ലോകം മുഴുവൻ ഒരു ചോദ്യം ചോദിക്കുന്നു: എങ്ങനെയാണ് വടക്കേ അമേരിക്കയോട് ചേർന്ന് കിടക്കുന്ന ഈ ഭൂപ്രദേശം കടൽ കടന്നുള്ള ഡെൻമാർക്ക് എന്ന ചെറിയ രാജ്യത്തിന്റെ കൈകളിലെത്തിയത്? ഈ കഥയുടെ വേരുകൾ കിടക്കുന്നത് ഇന്നത്തെ രാഷ്ട്രീയത്തിലല്ല, മറിച്ച് 10ാം നൂറ്റാണ്ടിലെ ചോരയും ഹിമപാതവും നിറഞ്ഞ വൈക്കിംഗ് യുഗത്തിലാണ്. എറിക് ദി റെഡ് എന്ന സാഹസികനായ വൈക്കിംഗ് പോരാളി തുടങ്ങിയ ആ വലിയ ചരിത്ര നിയോഗവും മഞ്ഞിന്റെ യഥാർത്ഥ അവകാശികളായ ഇന്യൂട്ട് ജനതയും വൈക്കിങ്ങുകളും തമ്മിലുള്ള നൂറ്റാണ്ടുകളോളം നടന്ന നിഗൂഢമായ പോരാട്ടങ്ങളും എന്തിനായിരുന്നു? 4 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഒരു സുപ്രഭാതത്തിൽ ആ വൈക്കിംഗ് സാമ്രാജ്യം അവിടുന്ന് എങ്ങനെ അപ്രത്യക്ഷമായി? വൈക്കിങ്ങുകൾ തോറ്റെടുത്ത് ഇന്യൂട്ട് ജനത എങ്ങനെ അതിജീവിച്ചു? അടുത്ത എപ്പിസോഡിൽ നമ്മൾ കാണുന്നത് ഗ്രീൻലാൻഡിന്റെ യഥാർത്ഥ ചരിത്രമാണ്. വൈക്കിങ്ങുകളുടെ നിഗൂഢമായ തിരോധാനം മുതൽ ഡെൻമാർക്കിന്റെ അവിശ്വസനീയമായ ആ ലോട്ടറി വരെ കഥ മാറാൻ പോകുകയാണ്. കാത്തിരിക്കുക അടുത്ത ഭാഗത്തിനായി.